ആണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന അഴിമതിയിലൂടെ രാജ്യം കണ്ട സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ട് എന്ന അഴിമതി. ഈ അഴിമതിയിലൂടെ BJPക്ക് കിട്ടിയത് ഏകദേശം 8500 കോടി രൂപയാണ്. അതിനു പുറമെയാണ് PM കെയർ എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററുടെ ഫണ്ട്. അതിനെക്കുറിച്ച് യാതൊരു കണക്കും ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏകദേശം 12000 കോടിയോളം വരുന്ന വലിയ കൊള്ളയാണ് PM കെയർ എന്ന് പറയുന്നത്. ഇങ്ങനെ രാജ്യം വലിയ രീതിയിലുള്ള അഴിമതിയിലൂടെയും അക്രമത്തിലൂടെയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, കർഷകരുടെ ആത്മഹത്യ. ഓരോ ദിവസവും 30ഓളം കർഷകർ ആത്മഹത്യ ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ 1 ലക്ഷം കർഷകരാണ് നമ്മുടെ രാജ്യത്തെ ആത്മഹത്യ ചെയ്തത്. കർഷകരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണ്. അവരുടെ സബ്സിഡികൾ നിർത്തലാക്കുകയാണ്. അവർക്ക് ലഭിക്കുന്ന വളത്തിൻ്റെ സബ്സിഡി അങ്ങനെ തുടങ്ങി ആ സമരക്കാരെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് നേരിട്ടത് കേന്ദ്ര ഗവൺമെൻറ്. നമുക്കറിയാം 700ഓളം കർഷകരാണ് ആ സമരവുമായി ബന്ധപ്പെട്ട് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അതുപോലെ തൊഴിൽ നിയമങ്ങൾ, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിൽ നിയമങ്ങൾ റദ്ദു ചെയ്യുകയും ആ തൊഴിൽ നിയമങ്ങളൊക്കെ തന്നെയും 4 കോഡുകളാക്കി ചുരുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടു. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുകടം വർദ്ധിക്കുകയാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന 2014 നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുകടം എന്ന് പറയുന്നത് 85 ലക്ഷം കോടി രൂപയാണ്. ഇന്നത് 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ പൊതുകടം എന്ന് പറയുന്നത് 205 ലക്ഷം കോടി രൂപയാണ്. മറുവശത്ത് കോർപ്പറേറ്റുകളുടെ വായ്പകൾ എഴുതി തള്ളുന്നു. ഏകദേശം 21 ലക്ഷം കോടിയുടെ വായ്പകൾ എഴുതി തള്ളുന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കേണ്ട നമ്മുടെ നികുതി പണം നമ്മുടെ രാജ്യത്തെ വിരലിലെണ്ണാവുന്ന ഏതാനും കോർപ്പറേറ്റുകൾക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ, സമ്പത്തുള്ളവരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായൊരു നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. അദാനിയെ പോലെയുള്ള, അംബാനിയെ പോലെയുള്ള ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഗുജറാത്തിലെ സാധാരണ വ്യവസായിയായിരുന്ന അദാനി ഇന്ന് ലോകത്ത് 10 ശതകോടീശ്വരന്മാർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാളാണ് ഈ പറയുന്ന അദാനി. നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നമ്മളെപ്പോലുള്ള സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് കെട്ടിപ്പടുത്ത ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ കാലത്ത് നമ്മുടെ രാജ്യത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുത്തു. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരുത്തുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന 1990-കളിലൊക്കെ ഉണ്ടായ സാമ്പത്തിക മാന്ദ്യം ലോകത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന സാമ്പത്തിക മാന്ദ്യത്തിൽ തകർന്ന് തരിപ്പണമായപ്പോൾ നമ്മുടെ രാജ്യം പിടിച്ചു നിന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കരുത്തുകൊണ്ടാണ്. നമ്മുടെ ബാങ്കുകൾ, പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ, മറ്റു BPCL പോലെയുള്ള പെട്രോളിയം കമ്പനികൾ തുടങ്ങി പൊതുമേഖലയിൽ നിൽക്കുന്ന ഒരുപാട് കമ്പനികൾ, ഈ കമ്പനികളാകെ തന്നെയും സ്വകാര്യ മേഖലക്ക് തീരെഴുതി കൊടുക്കുന്ന നയസമീപനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 8.5 ലക്ഷം കോടി ആസ്തിയുള്ള BPCL എന്ന് പറയുന്ന കമ്പനി, ഈ BPCL എന്ന് പറയുന്ന കമ്പനി ഏകദേശം 60,000-ഓ 70,000-ഓ കോടി രൂപക്ക് ഈ പറയുന്ന സ്വകാര്യ മേഖലയ്ക്ക് എഴുതി കൊടുക്കുകയാണ്. ഇത് മാത്രമാണോ? LIC, നമ്മുടെ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ റെയിൽവേ, നമ്മുടെ വിമാനത്താവളങ്ങൾ, നമ്മുടെ ദേശീയപാതകൾ, നമ്മുടെ തുറമുഖങ്ങൾ, ഭൂമിക്കടിയിലുള്ള കൽക്കരി ഖനികൾ, അങ്ങനെ തുടങ്ങി രാജ്യത്തെ പരിപൂർണമായും കോർപ്പറേറ്റുകൾക്ക് അടിയറവെക്കുന്ന നയസമീപനങ്ങളുമായിട്ടാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ആകെയുള്ള എയർ ഇന്ത്യ എന്ന് പറയുന്ന പൊതുമേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിമാന കമ്പനി, അതും ഇപ്പോൾ വിറ്റഴിച്ചിരിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം, ഇങ്ങനെ പൊതുമേഖലയിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് മൻമോഹൻ സിംഗിൻ്റെ ഭരണകാലത്ത് അവർ പല പൊതുമേഖലാ സ്ഥാപനം വിറ്റഴിക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നു. അപ്പോൾ അവർ അതിന് പറഞ്ഞൊരു ന്യായം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. BJP ഭരണത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ
മോശമായ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികൾ പോലും വിറ്റഴിക്കുന്ന സ്ഥിതിവിശേഷമാണ്. പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കാഞ്ചിക്കോട് ഫാക്ടറിയുള്ള ബെമൽ എന്ന് പറയുന്ന കമ്പനി, ഈ പറയുന്ന കമ്പനി പ്രധാനമായി പ്രവർത്തിക്കുന്ന കമ്പനി, അവർക്ക് ബെമൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം കവചിത വാഹനങ്ങൾ, സൈനിക വാഹനങ്ങളൊക്കെ നിർമ്മിക്കുന്ന കമ്പനി, അതിൻ്റെ 26% ഓഹരി നേരത്തെ ഞാൻ പറഞ്ഞ മേഗാ ഇൻഫ്രാസ്ട്രക്ചർ നൽകി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ 1300 കോടി രൂപയാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, മരുന്നുൽപാദിക്കുന്ന കമ്പനികൾ, അങ്ങനെ മരുന്നുൽപാദിപ്പിക്കുന്ന കമ്പനികൾ 34 വരുന്ന മരുന്നുൽപാദിപ്പിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഈ പറയുന്ന BJPക്ക് അഴിമതിയിലൂടെ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോടികൾ കൈക്കൂലി നൽകുന്നുള്ളതാണ്. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച മരുന്നുകൾ കഴിച്ചുകൊണ്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ, 12 കുഞ്ഞുങ്ങളാണ് കാശ്മീരിൽ മരണപ്പെട്ടത്. കഫ് സിറപ്പ് കഴിച്ചുകൊണ്ട്, ഗുണനിലവാരമില്ലാത്ത കഫ് സിറപ്പ് കഴിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കുന്നു. ആ മരുന്ന് കയറ്റി അയച്ചുകൊണ്ട് തൻസാനിയയിലും അതുപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കുട്ടികൾ മരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അന്വേഷണം നടത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ ചുമമരുന്നാണ് ഇതിന് കാരണം. ഇന്ത്യയിൽ നിർമ്മിച്ച ചുമമരുന്ന് അവർ BJPക്ക് കൈക്കൂലി കൊടുത്തുകൊണ്ട് നിലവാരം കുറഞ്ഞ മരുന്ന് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഈ മരുന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്രമാത്രം ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ മുച്ചൂടും തകർക്കുന്ന നയനിലപാടുകളുമായിട്ട് BJP ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിക്കേണ്ട, അതിനെതിരെ ശബ്ദമുയർത്തേണ്ട കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും, ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും സ്വാധീനമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. ഖേദകരമെന്ന് പറയട്ടെ, കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് നിഷേധാത്മകമായ സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്ക് പറയാൻ നിർവാഹമില്ല. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് 18 MP ജയിച്ചു പോയി. നമ്മുടെ ചാലക്കുടി മണ്ഡലം ഉൾപ്പെടെ നമ്മൾ വോട്ട് ചെയ്തുകൊണ്ട് യു ഡി എഫിൻ്റെ MP ഡൽഹിയിലേക്ക് പോയത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ നികുതി പണം കൊണ്ടാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവർക്ക് ലഭിക്കുന്ന അലവൻസുകൾ, താമസ സൗകര്യം, അവർക്ക് ലഭിക്കുന്ന വിമാന ടിക്കറ്റ്, ഇതൊക്കെ കൊടുക്കുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ നികുതി പണത്തിൽ നിന്നാണ്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അവർ അവിടെ സുഖലോലുപരായി ഡൽഹിയിൽ കറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. രാജ്യത്തെ ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ BJP സർക്കാർ കൊണ്ടുവന്നു. അതിനെതിരെ കുറ്റകരമായ മൗനം പാലിക്കുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൂടുതൽ അധികാരം നൽകുന്ന ബില്ല് പാസാക്കി. ലോക്സഭയിൽ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരേ ഒരു MP മാത്രമാണ് അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചത്, അതിനെതിരെ വോട്ട് ചെയ്തത് എന്നുള്ളതാണ്. ആലപ്പുഴയിൽ നിന്നുള്ള AM ആരിഫ് എന്ന് പറയുന്ന LDFൻ്റെ MP ആണ് ഈ നിയമത്തിനെതിരെ പ്രതിഷേധിച്ചത്. ഒരുപാട് MP മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള MP അവരൊക്കെ തന്നെയും ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ ഇതുപോലെ പല നിയമങ്ങളും കൊണ്ടുവന്നു. ഏക സിവിൽ കോഡ് കൊണ്ടുവന്നു, കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തുകളയുന്ന നിയമം കൊണ്ടുവന്നു, മുത്തലാഖ് ബിൽ ഉൾപ്പെടെയുള്ള പല ബില്ലുകൾ കൊണ്ടുവന്നു. ഇതിനെതിരെ യാതൊരു തരത്തിലും പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ ഇവിടുത്തെ UDFൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ MP തയ്യാറായില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ കരുത്തരായ നേതാക്കൾ, എളമരം കരീമിനെ പോലെയുള്ള കരുത്തരായ നേതാക്കൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കുന്ന തരത്തിൽ, രാജ്യത്തിൻ്റെ ജനാധിപത്യ, മതേതരത്വ, മതനിരപേക്ഷ മൂല്യങ്ങൾ തകർക്കുന്ന തരത്തിലുള്ള നിലപാടുകളും ഭരണഘടനാ ഭേദഗതികളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചത് നേരത്തെ സൂചിപ്പിച്ച ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളാണ്. നമുക്കറിയാം, ഇങ്ങനെ നമ്മുടെ രാജ്യം അഴിമതിയിലൂടെ, വലിയ രീതിയിലുള്ള കൊള്ളയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെല്ലാം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് പല തരത്തിലുള്ള മറ്റു നിയമങ്ങളുമായിട്ട് BJP ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിൽ ശബ്ദിക്കാൻ കോൺഗ്രസ് തയ്യാറായോ? അവരുടെ പ്രകടന പത്രികയിൽ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ അവർ തയ്യാറായില്ല.
AICC പ്രസിഡന്റായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയോട് ഈ CAA കുറിച്ച്, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ കുറിച്ച് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് നാളെ പറയാം. കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പറയാണ്, ഇന്ന് രാത്രി ആലോചിച്ചിട്ട് നാളെ മറുപടി പറയാം. ഇപ്പോൾ ഏകദേശം ഒരു 3 ആഴ്ച കഴിഞ്ഞു, ഇതുവരേക്കും മറുപടി വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴോ, കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പറയുന്ന കെ സുരേന്ദ്രൻ BJPയുടെ പ്രസിഡന്റാണ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുസ്ലിം ലീഗിൻ്റെ നമ്മുടെ ഫിറോസ്, യൂത്ത് ലീഗിൻ്റെ നേതാവ് ഫിറോസ്, കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രേമചന്ദ്രൻ, ഇവരുടെ എല്ലാം ഒരേ ശബ്ദമാണ്. ഈ പറയുന്ന UDFിലെ കക്ഷികൾക്ക്, മുസ്ലിം ലീഗിനും കോൺഗ്രസിനും മറ്റു പാർട്ടികൾക്കുമൊക്കെ UDFിലുള്ള ഘടകകക്ഷികളുടെ ശബ്ദമെല്ലാം ഒന്ന് തന്നെയാണ്. അവരൊക്കെ ചോദിക്കുകയാണ്, കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നാൽ സംസ്ഥാനത്തിന് അതെങ്ങനെ നടപ്പിൽ വരുത്താതിരിക്കാൻ കഴിയും? സംസ്ഥാനം ബാധ്യസ്ഥരാണ്. കാരണം കേന്ദ്രം ഒരു നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു സംസ്ഥാനം സാധിക്കില്ല എന്നാണ് നേരത്തെ പറഞ്ഞ ഫിറോസ് ഉൾപ്പെടെയുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്, NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. എന്താണ് യാഥാർത്ഥ്യം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ രാജ്യത്തൊരു നിയമം, അത് പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, ഗവർണറല്ല, രാഷ്ട്രപതിയല്ല, ഇനി സുപ്രീം കോടതി ജഡ്ജി തന്നെയായിരുന്നാലും ശരി, ഭരണഘടനാ വിരുദ്ധമായൊരു നിയമം നിലനിൽക്കില്ല. ഇതതിൻ്റെ അടിസ്ഥാനപരമായ തത്വമാണ്. ഇത് മനസ്സിലാക്കിയതാണ് ഈ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്, നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു പൗരനും, അവൻ ഏത് ഭാഷ സംസാരിക്കുന്നവനാവട്ടെ, ഏത് വേഷം ധരിച്ച ആളാവട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളാവട്ടെ, ഏത് പ്രദേശത്ത് താമസിക്കുന്ന ആളാവട്ടെ, ആരായിരുന്നാലും ശരി, അവൻ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഈ പറയുന്ന ആർട്ടിക്കിൾ 14ൻ്റെ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കാനുള്ള, രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചത് കേരളമാണ്. നമുക്ക് അഭിമാനത്തോട് പറയാം, ഒരു മലയാളി എന്ന നിലയിൽ നിവർന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയും. കേരള നിയമസഭയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഈ ഒരു നിയമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ പ്രമേയം പാസാക്കിയത്. ഈ ഒരു മനുഷ്യത്വ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നിയമത്തിനെതിരെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ശബ്ദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കർണാടകയിൽ കോൺഗ്രസിലെ ഭരിക്കുന്നത് സിദ്ധരാമയ്യ, അല്ലെങ്കിൽ തെലങ്കാനയിൽ കോൺഗ്രസിലെ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന, അല്ലെങ്കിൽ യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ആരെങ്കിലും ഈ ഒരു നിയമത്തിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതാണ് നയനിലപാടുകളിലൊക്കെ തന്നെയും കോൺഗ്രസും BJPയും ഒന്നു തന്നെയാണ്, പേരിൽ മാത്രമാണ് വ്യത്യാസം. അതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ തെലങ്കാനയിൽ കണ്ടത്. അവിടെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള സ്കൂൾ അടിച്ചു പൊളിക്കുന്നു. മദർ തെരേസയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂൾ തകർക്കുന്നു. എന്ത് സംഭവിക്കുന്നു? 200ഓളം വരുന്ന തെമ്മാടികൾ, അല്ലേ, 200ഓളം വരുന്ന ക്രിമിനലുകൾ സ്കൂളിൽ ഹനുമാൻ സേനയുടെ പേര് പറഞ്ഞുകൊണ്ട് വന്ന് ആ സ്കൂൾ അടിച്ചു കയറുകയാണ്. അവിടുത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? സ്കൂൾ പ്രിൻസിപ്പൽക്കും മാനേജർക്കുമെതിരെ കേസെടുക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്തിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കുകയാണ്. ഈ പറയുന്ന അക്രമികളെ വെറുതെ വിടുന്നു. ഇപ്പോൾ രാജ്യത്ത് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം വന്നപ്പോഴാണ് അവർക്ക് ഈ അക്രമികൾക്കെതിരെ കേസെടുക്കാൻ പോലും അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ്, അല്ലേ? സാമ്പത്തിക നയങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചോളൂ. ആ സാമ്പത്തിക നയങ്ങളും ഈ പറയുന്ന മറ്റു രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ തന്നെയും BJPയുടെയും കോൺഗ്രസിൻ്റെയും നയനിലപാടുകൾ ഒന്നു തന്നെയാണ്. അതുകൊണ്ടാണ് ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടി കോൺഗ്രസ് പ്രവർത്തിച്ചത്. യാതൊരു തെളിവുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുകയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉപയോഗിച്ചുകൊണ്ട് 100 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്യുന്നു. കിട്ടിയത് കേവലം 70,000 രൂപ മാത്രമാണ്. ജാർഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്യുന്നു. ഡൽഹിയിലെ തന്നെ മുൻ
ഉപമുഖ്യമന്ത്രിയെ അറസ്റ്റ് ജയിലിലടച്ചിരിക്കുന്നു. അവിടുത്തെ 4 MLA-മാരെ അറസ്റ്റ് ജയിലിലടച്ചിരിക്കുന്നു. ഇത് നാളെ കേരളത്തിലും സംഭവിച്ചുകൂടായികയില്ല എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഭരണഘടനയിൽ കൃത്യമായി ഓരോ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. അതാണ് ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. സംസ്ഥാനം എന്ന് പറയുന്നത് ആ സംസ്ഥാനങ്ങൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയാണ് നമ്മുടെ രാജ്യം. ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളില്ലാതെ രാജ്യമുണ്ടാവില്ല. നമ്മുടെ ഭരണഘടനയിൽ കൃത്യമായി ഇതെല്ലാം നിർവചിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ലിസ്റ്റുണ്ട്, കൺകറന്റ് ലിസ്റ്റുണ്ട്, യൂണിയൻ ലിസ്റ്റുണ്ട്. ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ അധികാരപരിധിയിൽ മാത്രം വരുന്ന വകുപ്പുകളുണ്ട്. പ്രതിരോധ വകുപ്പ്, വിദേശകാര്യ വകുപ്പ്, അല്ലേ, കറൻസികൾ അച്ചടിക്കുക തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ. സംസ്ഥാനത്തിന് അധികാരപരിധിയിൽ വരുന്ന വകുപ്പുകളുണ്ട്. ക്രമസമാധാനം,